എന്താ പറയാ, വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന ആൾക്കാർക്കൊക്കെ ഫ്രീ കൊടുക്കുന്നത് ശരിയല്ല. സ്ത്രീകൾക്ക് മാത്രം എന്താ കൊടുക്കണ, ഇത് വിവേചനമല്ല. KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അനുവദിക്കുന്ന സമയം ജൂൺ 15-ാം തീയതി മുതൽ നടപ്പാക്കും. ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഞങ്ങളുടെ MLA ഞങ്ങൾക്ക് തരാണ് പറഞ്ഞേക്കണേ. എനിക്ക് അതിനോട് അത്ര താല്പര്യമില്ല. കാരണം എന്താ വെച്ചാൽ സ്ത്രീകൾക്ക് അങ്ങനെ ഓൾറെഡി സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ ഇപ്പോൾ ഈ കാലുകൊണ്ട് വയ്യാത്ത ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി പ്രയോറിറ്റി കൊടുക്കണമായിരുന്നു, അവർക്ക് സൗജന്യമായിട്ട് കൊടുക്കണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. സ്ത്രീകൾക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. സൗജന്യ യാത്ര അത്രയ്ക്കും ഇതാവുമെന്ന് എനിക്ക് തോന്നണില്ലേ. കാരണം ഇത്രയും ആൾക്കാർക്ക് യാത്ര ചെയ്യുന്നതല്ലേ, പൈസ ഇത്ര ആൾക്കാരുടെ പൈസ അത് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിന് അത് എന്തായാലും ഇതാവും. സന്തോഷമുണ്ട്. സന്തോഷം പോയി വരാനൊക്കെ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന ആൾക്കാർക്കൊക്കെ ഫ്രീ കൊടുക്കുന്നത് ശരിയല്ല. കൊടുക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ്. പക്ഷേ അതിനേക്കാളും കൂടുതൽ കൂലിപ്പണിക്കാർ ആണുങ്ങളല്ല. ആണുങ്ങൾക്ക് എന്താ കൊടുക്കാത്ത, സ്ത്രീകൾക്ക് മാത്രം എന്താ കൊടുക്കണേ, ഇത് വിവേചനമല്ല. നല്ല കാര്യമാണ്. സ്ത്രീകൾക്ക് അങ്ങനെ സഞ്ചരിക്കാൻ പറ്റട്ടെ. പ്രോപ്പറോളം ഇപ്പോൾ ഓർഡിനറി ബസ്സിലാണോ അതോ ഫാസ്റ്റ് പാസഞ്ചർ സൂപ്പർ ഫാസ്റ്റ് ഇതിലൊക്കെ കൊടുക്കുമോ, ഇതൊന്നും നമുക്കറിയാൻ പാടില്ല. അപ്പോൾ ഗവൺമെൻറ് പോളിസി അല്ലെങ്കിൽ ഗവൺമെൻറ് ഡിസിഷൻ അനുസരിച്ചിരിക്കും. സ്ത്രീകൾക്കാകുമ്പോൾ കാണുന്ന വെച്ചാൽ പ്രത്യേക തരത്തിലുള്ള കാർഡുകൾ ഉണ്ടാക്കുന്നതെന്ന് ഇപ്പം തീരുമാനം അറിയിച്ചിട്ടുള്ളത്. സ്ത്രീകൾക്ക് പ്രായപരിധിയൊന്നുമില്ലാതെ രീതിയിൽ. അപ്പോൾ കിലോമീറ്റർ അല്ല, പിന്നെ ഇൻ്റർസ്റ്റേറ്റ് സർവീസുകൾ ഉണ്ടാവില്ല, പിന്നെ ഫാസ്റ്റ് ബസ്സുകൾ, ഓർഡിനറി ബസ്സുകൾക്ക്. അങ്ങനെയാണ് പ്രാഥമിക രൂപത്തിൽ അറിഞ്ഞത്. കൂടുതൽ വിശദീകരണം അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് പറഞ്ഞു. ഡെയിലി ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഇതൊരു ഗുണമായിരിക്കും. ദിവസം 100-150 കൊടുത്തിട്ട് ചെറിയ ശമ്പളത്തിന് പണിയെടുക്കുന്ന സ്ത്രീകളില്ലേ, അവർക്കൊക്കെ ലാഭമല്ലേ. അത് നല്ല തീരുമാനം. അത് ഇപ്പോൾ യാത്ര എല്ലാവരും ഉപയോഗപ്പെടുത്തുന്നത് ദുരുപയോഗപ്പെടുത്തുന്നത് എങ്ങനെയാണ് കാണുന്നത്? ദുരുപയോഗപ്പെടുത്തുന്ന അങ്ങനെ തോന്നുന്നില്ല. എല്ലാവർക്കും ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്കായാലും വയസ്സായവർ അവർക്കെല്ലാം നല്ലൊരു ഇതായിരിക്കും. എന്നാലും പ്രൈവറ്റ് ബസ്സുകാർ ഒരുപാട് നഷ്ടത്തിലാക്കില്ല. അതിൽ എൻ്റെ ശരിയായിട്ടില്ല. അത് എനിക്കതിനകത്ത് വലിയ പ്രയോജനം തോന്നുന്നില്ല. കാരണം എന്നാലും സർക്കാർ ഏതായാലും നഷ്ടത്തിലാണ്. KSRTC ഒരുവിധം പച്ച പിടിച്ച് വരുമായിരുന്നു. ഇപ്പോൾ അത് വല്ലാത്ത നഷ്ടത്തിലാണ്. പെട്രോളും ഡീസലും എല്ലാം വില കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സമയ കാലഘട്ടം. സ്ത്രീകൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാകുന്നു? സ്ത്രീകൾക്ക് അത് അവർക്ക് കൃത്യമായി സൗജന്യമായിട്ട് യാത്ര ചെയ്യാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് ഒരുപാട് ഡീസൽ, പെട്രോള്, മറ്റ് ഇവർക്ക് വണ്ടിക്കൂലി, ശമ്പളം കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ ഏത് സർക്കാരായാലും. സ്ത്രീകൾക്ക് ഏതെങ്കിലും ഒരു 1-2 ബസ് മാത്രം ഇട്ട് കൊടുക്കണം. ഒരു ബസ്, സ്പെഷ്യൽ ബസ് ഇട്ട് കൊടുക്കണം സ്ത്രീകൾക്ക് മാത്രമായിട്ട്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലായിരിക്കും. അതല്ലാതെ എല്ലാ ബസ്സിലും യാത്ര എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ സർക്കാർ പിടിച്ചു നോക്കും? ഇപ്പോഴത്തെ ദാരിദ്ര്യാവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ, സർക്കാരിൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ കിട്ടുവാണെങ്കിൽ നല്ലതാണ്. കാരണം അത്രയും ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഡെയിലി ഞാനും KSRTCയിലാണ് എന്നും പോകുന്നത്. അപ്പം നമുക്ക് അത്രയും പേയ്മെൻ്റ് ഒന്നും കൊടുത്തോണ്ടിരിക്കണ്ടേ. അപ്പം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുവാണെങ്കിൽ അതാണ് ഗുണം. നമുക്ക് സർക്കാർ നഷ്ടത്തിലാണോ എന്നല്ല, നമ്മൾ വീട്ടിൽ കുടുംബം നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കാശ് കുറയുമല്ലോ. അപ്പം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. എല്ലാവരും എന്താ പറയുക, വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇന്നിപ്പോൾ ഞാൻ പാലക്കാട് നിന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞാൻ ഓർത്തത് 15-ാം തീയതി, ഈ 15-ാം തീയതി മുതലാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ അപ്പോൾ അവർ പറഞ്ഞു എൻ്റെതൊന്നും ആയിട്ടില്ല, റെഡി ആയിട്ടില്ല. അപ്പോഴാണ് അറിയണത് ഇപ്പോൾ ഈ അടുത്ത മാസം 15-ാം തീയതി മുതലാണ് എന്നുള്ളത്. അത് പ്രാബല്യത്തിൽ വരണം, ഉറപ്പായിട്ട് വരണം എന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം. തമിഴ്നാട്ടിലാണെങ്കിലും ഒക്കെ സ്ത്രീകൾക്ക് യാത്ര സൗജന്യമല്ലേ, അതുപോലെ ഇപ്പം സർക്കാരിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അത് ഫ്രീ ആണല്ലോ, കംഫർട്ടബിൾ ആണല്ലോ എന്നാണ് ഞങ്ങൾ ഓർക്കുന്നത്. കുറച്ചും കൂടെ വനിതകൾക്ക് കൂടുതൽ അവസരങ്ങളൊക്കെ കൊടുക്കുന്നു എന്നുള്ളത് കൺസിഡർ ചെയ്യുന്നുള്ളതാണ് സന്തോഷം. പറഞ്ഞ പോലെ വാഗ്ദാനം പാലിക്കുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ്. സ്ത്രീകൾക്കൊക്കെ പിന്നെ യാത്ര സൗജന്യമാവുകയാണെങ്കിൽ കുറേ കുടുംബങ്ങൾക്ക് ആശ്വാസമാണ്.